കാരണം എന്താ? IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന സംഘത്തിന്റെ അതിന്റെ പെൻഷൻ പറ്റുന്ന ഒരു ഘട്ടത്തിൽ ഒരു കാലത്ത് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ വിജയത്തിന്റെ ഒരു ടെസ്റ്റ് നടത്തിയപ്പോ അതിൽ 3ാം റാങ്ക് കിട്ടിയിട്ടില്ല. ഇന്ന് വരെ ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് പോലും നേരിട്ട് ജനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടാത്ത ഡോക്ടർ മൻമോഹൻ സിംഗ് എങ്ങനെ ഇന്ത്യയുടെ നേരത്തെ ധനകാര്യമന്ത്രിയായി, എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി? അങ്ങനെയുള്ള ഒരു അമേരിക്കന്റെ വിജയത്തിനായ മൻമോഹൻ സിംഗിന് ഇതൊന്നും ഞെട്ടലുണ്ടാക്കില്ല. 4 ലക്ഷം കുട്ടികളാണ് കൂട്ടരെ ഓരോ വർഷവും പോഷകാഹാരം കിട്ടാതെ ഈ രാജ്യത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇന്ത്യ രാജ്യം സമ്പുഷ്ടമല്ലാഞ്ഞിട്ടാണോ? അല്ല, ഇന്ത്യ രാജ്യം പ്രകൃതി വിഭവങ്ങളാൽ വളരെ സമ്പുഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കട്ടുമുടിക്കുകയാണ്, കൊള്ള ചെയ്യുകയാണ്. കേന്ദ്രത്തില് രാജകെട്ടു 1,76,000 കോടി ഇപ്പോഴും എഴുതിയിട്ട് അതിന്റെ പൂജ്യം എത്രയെന്ന് മനസ്സിലാകുന്നില്ല. അതിനുശേഷം കൽമാടി കെട്ടു, അവിടുന്ന് BJP-കാരൻ കട്ടു, അത് എല്ലാ വിഭാഗം കട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തില് ഞങ്ങളാണ് ഇതിനെതിരില്ലെന്ന് പറയുന്ന CPM, പിണറായി വിജയൻ വിദ്യുത് ശക്തി മന്ത്രിയാകുന്നു, പിന്നെ പാർട്ടി സെക്രട്ടറി ആകുന്നു. എല്ലാവർക്കും ആശ്ചര്യം. സാധാരണ പാർട്ടി സെക്രട്ടറിമാർ അത് രാജിവെച്ച് മന്ത്രിയാകുന്നതിന് പകരം എങ്ങനെ മന്ത്രി പാർട്ടി സെക്രട്ടറിയായി? ഇവിടെ അഴിമതിക്കെതിരെയും ഇവിടെ ആദർശവാദവും നടത്തുന്ന DYFI-യുടെയും CPM-ന്റെയും പ്രവർത്തനം ആലോചിക്കുക എങ്ങനെ മാറി? പിന്നെയല്ലേ അഴിമതി കഥകൾ പുറത്തേക്ക് വരുന്നത്? വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ കോടികൾ തട്ടിമാറ്റിയിരിക്കുന്നു. ഇതൊക്കെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു അഴിമതി എന്ന് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും അവസ്ഥയെങ്കിൽ ഇതവിടെ അവസാനിക്കുന്നില്ല. ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും കൊച്ചു കൊച്ചു കള്ളന്മാർ അധിവസിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ പിന്നെ ഈ രാജ്യം രക്ഷപ്പെടാൻ? രാജ്യത്തിന് സമ്പത്തില്ലാഞ്ഞിട്ടല്ല, രാജ്യത്തിന് സമ്പത്തില്ലാഞ്ഞിട്ടല്ല, അത് കട്ടുകൊണ്ടിരിക്കുന്നു. മഞ്ചേശ്വരം പഞ്ചായത്തില് ഞങ്ങള് അവിടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പഠനം നടത്തിയപ്പോ ആ പഞ്ചായത്തിലേക്ക് അനുവദിച്ച 11ഓളം കുഴൽക്കിണറുകൾ കാണാനില്ല. അതുപോലെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വളരെ കാലികമായ സംഗതി, ജനങ്ങൾ ഭയത്തിലാണ്. ജനങ്ങളെന്ന് ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ ഭയത്തിലാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് വളരെ വിനയത്തോട് പറയാനുള്ളത്, രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യണം. ഇവിടെ CH മുഹമ്മദ് ഖായ സാഹിബിന്റെയും ബാഫഖ് തങ്ങളുടെയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങളുടെയും കായിക മില്ലത്തിന്റെയും ഒക്കെ പേരിൽ സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നു. ഈ സ്മാരകങ്ങളിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യട്ടെ, രാഷ്ട്രീയം പഠിപ്പിക്കപ്പെടട്ടെ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ഗ്രന്ഥത്തിന്റെ ഭരണഘടനയുടെ ഉടമയായിട്ടുള്ള ഈ ഇന്ത്യ, അത് സ്വസ്ഥമായി, അത് സാമൂഹികമായി, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടുകൂടിയും സമത്വത്തോടുകൂടിയും സാഹോദര്യത്തോടും മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു രാഷ്ട്രീയ ജനത ഉണ്ടാവണം. ആ രാഷ്ട്രീയ ജനതയെ സൃഷ്ടിക്കുന്നതിന് പകരം അത്തരം ഓഫീസുകളിൽ, അത്തരം സ്ഥലങ്ങളിൽ ക്യാരം ബോർഡുകളും 4 സ്റ്റൂളുകളും ചൊട്ടലും ചൊട്ടിക്കളിപ്പിക്കലും എന്നൊരു ഉണ്ടാകുന്നു. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയ ഉത്ഭുതയുള്ള ഒരു സമൂഹമാണ് സൃഷ്ടിക്കാൻ രാഷ്ട്രീയക്കാർ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അംഗങ്ങൾക്ക് വെക്കേണ്ട ഒന്നാമത്തെ നിബന്ധന മദ്യപിക്കരുത് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നു, SDPI അതിന്റെ പ്രവർത്തകരുടെ ക്ലാസ്സിൽ അതിന് അംഗത്വം കൊടുക്കുമ്പോ ഞങ്ങൾ മുന്നോട്ട് വെച്ച 5 നിബന്ധനകൾ 2 എണ്ണം, ഒന്ന് മദ്യപിക്കാൻ പാടില്ല, മറ്റൊന്ന് അഴിമതി നടത്താൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ മദ്യം കുടിക്കാൻ പാടില്ല എന്നൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ജില്ലാ സമ്മേളനങ്ങളോ നിങ്ങളുടെ പ്രസിഡന്റുമാരുടെ സ്വീകരണ യോഗങ്ങളോ ഒരിക്കലും തന്നെ കലാപമായി കോലാഹലപ്പെടാനുള്ള സാധ്യതയില്ല. കൂട്ടരെ, നിങ്ങൾക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ തയ്യാറുണ്ടോ? എന്നിട്ടോ അങ്ങനെ കോലാഹലം നടക്കുമ്പോഴേക്ക് അതിന്റെ കുറ്റം SDPIക്ക്. നേതാക്കൾക്ക് അണികളെ സ്വീകരിക്കാൻ, അണികളെ നിയന്ത്രിക്കാൻ, അണികളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് ഏറ്റുപറയുന്നതിന് പകരം ഉടനെ ഉത്തരവാദി, എല്ലാത്തിന്റെയും ഉത്തരവാദി അതെന്ന് പറഞ്ഞുകൊണ്ട് SDPI പറയാം. എന്തൊരു അബദ്ധമാണ്. ഞാൻ കാസർഗോഡ് മണ്ഡലത്തിൽ മിഞ്ഞാന്ന് പ്രസംഗിക്കാൻ ചെന്നു. അതിന് തൊട്ട് മുമ്പ് ദിവസം മധൂർ പഞ്ചായത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ എവിടെയും കാണാത്ത ഒരു പോലീസ് സമൂഹം എന്റെ മുമ്പിൽ ഇങ്ങനെ അണിനിരക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ ഇവിടുത്തെ അവസ്ഥ? വമ്പിച്ച ഭീതിയിലാണ്. ഭയത്തിൽ നിന്ന് മോചനമെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മുദ്രാവാക്യം അതാണെങ്കിൽ കാസർഗോഡ് ജനത വമ്പിച്ച ഭീതിയിലാണ്. എന്തുകൊണ്ടാണ് കാസർഗോഡിന്റെ മക്കൾ ഇങ്ങനെ ഭീതിയിൽ? അതിന് കാരണം ഒരു പോത്തിൻ തലയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില സംഗതികളാവാം. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അതിന്റെ കൃത്യമായി നിജത്തിൽ മനസ്സിലാക്കി അതിനെതിരെ വിരൽ ചൂണ്ടുന്നതിന് പകരം അതിന് ഭയപ്പെട്ടുകൊണ്ട് മറപിടിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംഘപരിവാറിന് തലോടുന്ന സമീപനമാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ചെറുക്കളം അബ്ദുള്ള സാഹിബ് വളരെ മോശമായ ഒരു പ്രസ്താവന നടത്തി. കാസർഗോഡ് നടക്കുന്ന
സർവ്വവിധ കലാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വിഷുദിനത്തിൽ നടന്ന ഒരു മുസ്ലിം ലീഗ് ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിന് പോലും കാരണം SDP ആണെന്ന് പറയുമ്പോ ചെറുക്കളത്തിന് എന്തോ തലക്ക് പ്രശ്നം സംഭവിച്ചു എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പക്ഷേ ആ കാസർഗോഡ് കടിച്ചു കൂട്ടിയിട്ടുള്ള ആ സദസ്സിൽ അണിനിരന്നിട്ടുള്ള 1000-ഓളം വരുന്ന അവിടുത്തെ പ്രതിനിധികളെ ചൂണ്ടിക്കൊണ്ട് ഞാൻ അവിടെ ചോദിച്ചു, അറസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അധികാരമുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ വരൂ ഈ സദസ്സിലേക്ക്, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളെ പ്രവർത്തകരെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇല്ലാത്ത കുറ്റം ചുമത്തി ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കറിയാം പോലീസുകാരനും കേസ് ഭയമാണ്. തിരിച്ച് ഒന്നിലധികം കേസുകൾ കൊടുക്കാൻ നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ പെരുമ്പാവൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ അനസിനെ അവിടുത്തെ SP ആയ ഉണ്ണിരാജ പീഡിപ്പിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തു. ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഉണ്ണിരാജ 16ഓളം കേസുകളിൽ ഇപ്പോ പെട്ടുകിടക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, പെൻഷൻ പറ്റി സ്വസ്ഥമായി വീടുകളിൽ അദ്ദേഹം ഒരിക്കലും ജീവിക്കാൻ വേണ്ടി കഴിയില്ല. കേസ് നടത്തുന്നതിന് വേണ്ടി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സ്വന്തം കീശയിലെ പോക്കറ്റിലെ പെൻഷൻ പണം കൊണ്ട് നടക്കേണ്ടി വരും. ഞങ്ങൾക്കതറിയാം. സ്വന്തം അണികളുടെ ഭീതി മാറ്റുന്നതിന് പകരം ഇത്തരത്തിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാരെ പോലീസുകാർക്ക് പീഡിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതിൽ ഒരു മുസ്ലിം ലീഗിന്റെ വെളികെട്ട ഒരു നേതാവ് പ്രസ്താവന നടത്തി. ഞാനത് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനമെന്ന് പറയുന്നില്ല. പക്ഷെ അതിന്റെ അപകടം എന്താണ്? കാസർഗോഡ് വെടിവെപ്പുണ്ടായി. വെടിവെപ്പിന് ഷഫീഖ് എന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ആ ഷഫീഖ് കൊല്ലപ്പെട്ട അതേ സമയത്ത് തന്നെ ആരിക്കാടി അസ്ഹർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് RSSകാർ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് ആരിക്കാടി അസ്ഹറിനെ കൊന്നത് RSSകാരനാണെന്ന് ഇന്നതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയാനുള്ള ചങ്കുറ്റമുണ്ടായിട്ടില്ല. ഞങ്ങൾ പറയുന്നു അത് ചെയ്തിട്ടുള്ളത് സംഘപരിവാറിന്റെ ആൾക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷം റിഷാദ് വധമുണ്ടായി. റിഷാദിന് ചെറുപ്പക്കാരന്റെ മയ്യത്ത് കാണാൻ ചെന്ന അവിടുത്തെ MLA CT അഹമ്മദ് MLAയുടെ കരണത്തടിച്ച് ഒരു ചെറുപ്പക്കാരൻ യൂത്ത് ലീഗുകാരൻ ചോദിച്ചു, അല്ല നീയാണോ ഇവിടുത്തെ MLA? അല്ല, രമേശനാണോ? ആരാ രമേശൻ? RSSകാരൻ നിരന്തരമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു, മുസ്ലിം ചെറുപ്പക്കാരെ ലിസ്റ്റ് കൊടുക്കുന്നു, പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു. ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് ഇതൊക്കെ പറയാനുള്ള കാരണം, ഏതെങ്കിലും ഒരു കുട്ടി STPയിൽ മെമ്പർഷിപ്പ് പ്പെടുമ്പോഴേക്ക് വീട്ടിലെത്തുകയായി. എന്നിട്ട് ശ്രദ്ധിക്കണേ, പോലീസ് പിടിക്കുകയെ കേസാണ്, ജയിലാണ്. ഞങ്ങൾ അങ്ങനെ കേസ് കാട്ടി നിങ്ങളെ ഉമ്മാക്കി ഭയപ്പെടുത്തേണ്ടതില്ല. ഞങ്ങളുടെ കുട്ടികളോട് ആദ്യത്തെ ദിവസം തന്നെ അത് പറയുന്നുണ്ട്. ഞങ്ങൾ ഭയപ്പെടുത്തിട്ട് പോലീസ് എന്താക്കാൻ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ ഭയപ്പെടുത്തി ഇത്തരം രീതി ഉണ്ടാക്കരുത്. തേജസ് പത്രം വാങ്ങരുത്, വാങ്ങിയ പോലീസ് പിടിക്കും. ഒരു പ്രായമുള്ള ഉമ്മ ചോദിച്ചത്രേ, അങ്ങനെ പോലീസിന് പിടിക്കണമെന്നുണ്ടെങ്കിൽ പത്രം അടിക്കുന്ന സ്ഥലത്ത് പോയി പിടിച്ചാൽ പോരെ എന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ഇങ്ങനെ വളരെ മോശമായ തരംതാണ സമീപനമല്ല സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയമായി നിങ്ങൾ നേരിടും. രാഷ്ട്രീയമായ ചർച്ചയ്ക്ക് വരൂ, നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഇവിടുത്തെ വിഷയം? ഭയത്തിൽ നിന്ന് മോചനം. ഞാൻ ചോദിക്കട്ടെ, ഈ എത്ര പ്രസംഗം നടന്നു? തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിലെ ചർച്ച എന്താ? സ്ഫോടനങ്ങൾ, ചെറുപ്പക്കാർ സ്ഫോടനങ്ങൾ, തീവ്രവാദം, ഭീകരവാദം ഉദാഹരിച്ചില്ലേ? മലേഗാവ്, മക്കാ മസ്ജിദ് ഒക്കെ പറഞ്ഞില്ലേ? ഞങ്ങൾ അപ്പോഴൊക്കെ വളരെ കൃത്യമായി പ്രതികരിച്ച് സംസാരിച്ച് പിടിച്ചു നിന്ന് കാത്തുനിന്നു. അവസാനം പുറത്തു വന്നു, ഇന്ത്യകളുടെ ധീരനായ ഒരു പോലീസ് ഓഫീസർ ഹേമന്ത് കാർക്കറെ രംഗത്ത് വന്നു, അല്ലെങ്കിൽ ദൈവം അങ്ങനെയുള്ള ഒരു പോലീസ് ഓഫീസർ രംഗത്തിറക്കി, അതാ പിടിക്കുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച വന്നപ്പോ, ഇത്തരത്തിലൊരു അന്വേഷണം വന്നപ്പോ പോലീസ് ഓഫീസർമാർ ഇവരെ പിടിക്കുന്നതിന് വേണ്ടി, കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി, വളരെ കൃത്യമായി ചർച്ച ചെയ്യാൻ വേണ്ടി ATS തയ്യാറായപ്പോ അവിടെ MK നാരായണൻ എന്ന് പറയുന്ന ആഭ്യന്തര ഉപദേശകൻ ഇടങ്കോലിടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതേ ഹേമന്ത് കാർക്കറെ ആ പ്രദേശത്ത് നിന്ന് അന്വേഷിച്ചപ്പോ പ്രജ്ഞാ സിംഗ് താക്കൂർ എന്ന് പറയുന്ന OBV പ്രവർത്തകയും അതേപോലത്തെ ഹസിബാന സ്വാമി എന്ന് പറയുന്ന